104 സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 20 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് വാക്യമാണ് 1 മുതൽ 20 വരെയുള്ള ഭാഗം. സങ്കീർത്തനം എല്ലാവരും വിശ്വസിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. അവൻ തന്റെ മാളികളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു, മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. അവ നിന്റെ ശാസനത്താൽ ഓടിപ്പോയി, നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു. ഭൂമിയെ മുഴുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിനു നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിർ ഇട്ടു. അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു, കാട്ടുകഴുതകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു. അവൻ തന്റെ മാളികളിൽ നിന്ന് മനകളെ നിലയ്ക്കുന്നു. ഭൂമിക്ക് എന്റെ പ്രവൃത്തികളുടെ ഫലത്താൽ തൃപ്തി വരുന്നു. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തിനെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. ഇവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്ന പിരിഞ്ഞാറയ്ക്ക് സകലവൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു. 19-20 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവവരങ്ങൾ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാമല്ലോ. സ്നേഹിനാധിപൻ ദേവനിലതിയാൽ ആശ്രയമേവനുണ്ടോ?
അറിയുന്ന ദൈവമാണ്. ഓ നാം പാടി കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ മുൻമഴയാൽ അനുഗ്രഹപൂർണ്ണമാക്കുന്ന ദൈവം നമ്മുടെ കണ്ണുനീര് നമ്മുടെ ജീവിതത്തിൽ ഏറുമ്പോ പ്രയാസം ജീവിതത്തിൽ ഏറുമ്പോ മുൻമഴയാൽ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയെ പ്രാപിച്ചവർ അവർ ഭാഗ്യവാന്മാരാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി കണ്ണുനീരുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിലവിളികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിൽക്കുന്ന ദൈവമേ നമ്മുടെ ശത്രുവിന്റെ ആക്രോശങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു പോകുമ്പോൾ പലപ്പോഴും നന്മയെ അപഹരിച്ചുകൊണ്ട് ശത്രുവായവർ മുമ്പോട്ട് പോകുന്ന അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോ മുന്തിരി ചക്കിനരികെ വെച്ച് ഹല്ലേലൂയ ഗോതമ്പ് പൊടിക്കുന്ന ഇതയോട് ദൈവം പറയുകയാണ്, ഇതയോരേ ഈ വനത്തോടുകൂടെ പോകുക, ഈ വനത്തോടുകൂടെ പോകുക, ഈ ഒരുവനായി ഹല്ലേലൂയ മൗനമായി നിൽക്കുവാനല്ല, നമ്മുടെ അകലെയുള്ള കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തി, ഹല്ലേലൂയ സ്വർഗം സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. യഹൂദാ ഗോത്രത്തിലെ സിംഹമായവർ, ദാവീദിന്റെ വേരായവർ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഭാരത്ത് വഞ്ചിച്ച കെട്ടിയവനായി, അജ്ഞാനക്കത്തുള്ള കണ്ണുള്ളവനായി, കാല് വെള്ളോട്ടിന് സദൃശ്യമുള്ളവനായി, ഇന്ന് പലകാലം യേശുവിന്റെ സാന്നിധ്യം, യേശുവിന്റെ ശക്തി, ഹല്ലേലൂയ, ഇന്ന് പലരും
എന്നാൽ അവൻ പാർക്കുന്ന ഇടം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് ഇടമല്ലാത്ത പ്രവൃത്തികൾ ചെയ്തു തുടങ്ങിയപ്പോ ദൈവം ന്യായം വിധിക്കുവാൻ വേണ്ടി അവൻ വലഞ്ഞുപോയ നീതിമാനാണ്. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ദേശത്ത് ന്യായവിധി വെളിപ്പെടുന്ന സമയത്ത് അന്ന് രാത്രിയിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ദൂതന്മാർ തന്റെ കൂടാരവാതിൽക്കൽ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഇന്നും പകൽക്കാലത്തിന്റെ കൂടാരത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുന്ന പകലാണ്. ചെറിയവരെയോ വലിയവരെയോ അവൻ ഓർക്കുന്ന ദൈവമാണ്. ദൈവവരെങ്കിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്നുള്ളൂ നാഥാ നീ എന്നെ ഓർക്കുവാ എൻ്റെ ഹൃദയമെന്നുള്ളൂ നീ എന്നെ സ്നേഹിപ്പാ ഞാനെന്നുള്ളൂ നാഥാ നീ എന്നെ ഓർക്കുവാ എൻ്റെ ഹൃദയമെന്നുള്ളൂ
കൃപയാൽ വഴി നടത്തുന്നു. ദൈവത്തിന്റെ കൃപയ്ക്കായി നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥനായ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വിശുദ്ധനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ, ബോധപ്പെടുത്തുവാൻ, ദൈവത്തിലേക്ക് നോക്കുവാൻ സ്വന്തത്തിന്റെ ദൈവത്തിന്റെ ജീവിതത്തിൽ നൽകിയ നല്ല സാവകാശത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവേ, നീ നല്ലവനായി വല്ലഭനായി കർത്താവ് ഞങ്ങളോട് കൂടെ കർത്താവ് ഞങ്ങളെ വിടിവിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കൈക്ക് പിടിച്ച് മുമ്പോട്ട് നടത്തുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതുപോലെ കാലം നീ ഇവിടുന്ന് സഹായിക്കണം. ദൈവത്തിന്റെ കൃപയാൽ നിറയ്ക്കണമേ. കടന്നു വന്നിരിക്കുന്ന ദൈവത്തെ ഒന്ന് അനുഗ്രഹിക്കണം. കാഴ്ച സംഗീതത്തിന്റെ ഭാഗത്തിനായി സ്തോത്രം സംസാരിക്കുന്നതിനെ ബലപ്പെടുത്തണം. അവിടുമാരുടെ ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണം. കർത്താവ് സഹായിക്കണം. ദൈവസന്നിധിയിൽ ചേർന്ന് എനിക്ക് പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. കർത്താവിന്റെ അതിവിശുദ്ധമായ നാമവാക്യമായ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വിശുദ്ധ പകൽക്കാലം കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി എന്ന് പറയുന്നു. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ കൃപയിൽ ദൈവം നമ്മളെ പരിപാലിച്ചു. എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ദൈവം സൂക്ഷിക്കുവാൻ ഇടയായി തീർന്നു. ആൾക്കാരെല്ലാം കർത്താവ് നമ്മളെ വിടിവിച്ചുവല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധകളെ തിരിക്കാം. 104 സങ്കീർത്തനം, അതിൻ്റെ 1 മുതൽ 20 വരെയുള്ള വേദഭാഗമാണ് ഈ പകൽക്കാലം വായിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, വായിച്ച വേദഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ സ്തോത്രം അവിടെ കാണുന്നത് സ്തോത്രം ദൈവം സകലത്തെയും സൃഷ്ടിച്ച ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം എന്ത് ചെയ്തു? ഈ ഭൂമിയിലെ സകലത്തെയും സൃഷ്ടിക്കുവാൻ വേണ്ടിയിടയായി. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ സ്തോത്രം, ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ ദൈവത്തിന് സ്തോത്രം തൻ്റേതായിരിക്കുന്ന ആലോചനകളും പദ്ധതികളും ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും വേദഭാഗം നമുക്ക് വായിക്കാം. എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. തിരശ്ശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാമതായിട്ട് പറയുകയാണ്, എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എന്താണ്? അവൻ വലിയവനായ ദൈവമാണ്. സ്തോത്രം. പലപ്പോഴും മാനുഷികപരമായിട്ട് നമ്മൾ പലരെയും വലിയവൻ എന്ന് പറയാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ലോകത്തിൽ മുഴുവൻ ലോക പ്രശസ്തരായിരിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ പറയും, അങ്ങനെ വലിയ ആളാണ്. സ്തോത്രം. അതുപോലെ തന്നെ സമ്പത്തും പണവും അങ്ങനെയുള്ള ഭൗതികമായിരിക്കുന്ന സ്തോത്ര കാര്യങ്ങൾ അനവധിയുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യും? വലിയവൻ എന്ന് പറയും. സ്തോത്രം. അധികാരികളെ നമ്മൾ എന്ത് ചെയ്യും? വലിയവൻ എന്ന് പറയും. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എന്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ. സ്തോത്രം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരന്റെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് തന്റെ ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, എന്താണ്? ദൈവമേ, നീ വലിയവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നമ്മുടെ ദൈവമാണ് ഏറ്റവും വലിയവൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ചിന്തകൾ ആഴ്ന്നിറങ്ങട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് സ്തോത്ര സങ്കീർത്തനക്കാരൻ ഇവിടെ ദൈവം വലിയവൻ എന്ന് പറയുവാൻ വേണ്ടി സാധിക്കുന്നത്? ഒന്ന്, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ആ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ മഹത്വം നിറഞ്ഞവനാണ്, അവൻ തേജസ് നിറഞ്ഞവനാണ്. സ്തോത്രം. കാരണം ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ അല്ലെങ്കിൽ കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല,
ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ കാണുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്ന് സ്തോത്രം ഹല്ലേലൂയ ദാനിയേലിനെ സഹായിക്കുമ്പോൾ ദാനിയേലിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ വായിക്കുന്നുണ്ട്, അവൻ മരിച്ചവനെ പോലെയായി. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ അടുത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ മരിച്ചവനെ പോലെയായി. സ്തോത്രം. ദൈവത്തിന്റെ ദൂതനെ കണ്ടപ്പോൾ ദൈവദാസന്മാർ സ്തോത്രം മരിച്ചവരെ പോലെ ആയെങ്കിൽ തേജസ്സിന്റെ മേൽ തേജസ്സുള്ള മഹത്വവാനായിരിക്കുന്ന ദൈവത്തെ ആർക്കും കാണുവാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് നാം ആരാധിക്കുന്ന ദൈവം, നാം സേവിക്കുന്ന ദൈവം, അവൻ മഹത്വമുള്ളവനാണ്, അവൻ തേജസ്സുള്ളവനാണ്. അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കാം. 4-ാമത്തെ വാക്യം. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. സ്തോത്രം. ഇവിടെ പറയുകയാണ്, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. സ്തോത്രം. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ദൈവം സ്തോത്രം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഓരോന്നിനെയും പറ്റി അല്ലെങ്കിൽ ദൈവത്തിന് തന്റേതായിരിക്കുന്ന പദ്ധതികളുണ്ട്, ആലോചനകളുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, നാം ഈ ഭൂമിയുടെ മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന് നമ്മളെ പറ്റിയുള്ള ചില പദ്ധതികളുണ്ട്, ദൈവത്തിന് നമ്മളെ പറ്റി ചില ആലോചനകളുണ്ട്. ഈ ലോകത്തിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവന്റെ പ്രവൃത്തിക്ക് വേണ്ടിയാണ്, അവന്റെ ആലോചനയ്ക്ക് വേണ്ടിയാണ്. ഇവിടെ സംഗീതക്കാരൻ പറയുകയാണ്, അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരാക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം നിന്ന ഹല്ലേലൂയ സ്തോത്രം ദൈവ ജനത്തിനു വേണ്ടി ദൈവം എന്ത് ചെയ്തു? ഒരു കൊടുങ്കാറ്റിനെ അടുപ്പിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അവിടെ വൻകാര്യങ്ങളെ ചെയ്യുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ കാണുന്നുണ്ട്, വെളിപ്പാട് പുസ്തകം സ്തോത്രം 7-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ. അതിന്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയുടെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ ദൂതന്മാർ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം എന്താണ് പറയുന്നത്? ഹല്ലേലൂയ ദൈവത്തിന്റെ മുദ്ര ധരിക്കുവോളം സ്തോത്രം ഹല്ലേലൂയ കാറ്റിനെ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതന്മാർ ഹല്ലേലൂയ പിടിച്ചു വയ്ക്കുവാൻ വേണ്ടിയിടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ സ്തോത്രം ഈ കാറ്റിനെ നിയന്ത്രിക്കുന്നത് പോലും ദൈവത്തിന്റെ ശക്തിയാണ്. സ്തോത്രം ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം എന്താണ് ഹല്ലേലൂയ ചെയ്തതെന്ന് നമുക്കറിയാം. ഹല്ലേലൂയ ഇസ്രായേൽ ജനം സ്തോത്രം ചെങ്കടലിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്, അന്ന് രാത്രിയിൽ ദൈവം എന്ത് ചെയ്തു? വലിയൊരു കിഴക്കൻ കാറ്റ് അടുപ്പിക്കുവാൻ വേണ്ടിയിടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് ആ കിഴക്കൻ കാറ്റ് ചെങ്കടലിലെ മീതെ ഹല്ലേലൂയ സ്തോത്രം അടിച്ചപ്പോൾ അത് ഉണങ്ങിയ നിലമായി തീരുവാൻ വേണ്ടിയിടയായി തീർന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഹല്ലേലൂയ സ്തോത്രം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ, നിനക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാൻ അവൻ കാറ്റിനെ തന്റെ ദൂതന്മാരാക്കുന്ന ദൈവമാണ്. കൊടുങ്കാറ്റ് സ്തോത്രം ഹല്ലേലൂയ
ചെങ്കടലിന്റെ മീതെ അടിച്ചപ്പോൾ എന്ത് ചെയ്തു? അവിടെ ഒരു അല്ലെങ്കിൽ സ്വതന്ത്രം വഴി ദൈവം ഒരുക്കുവാൻ വേണ്ടിയിടയായി. ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി വെളിപ്പെടുമ്പോൾ, ദൈവത്തിന്റെ അല്ലെങ്കിൽ സ്വതന്ത്രം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ, അഗ്നിജാലയത്തിന്റെ അല്ലെങ്കിൽ സ്വതന്ത്ര ശുശ്രൂഷകരും കാറ്റിനെ ദൂതന്മാരുമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നമുക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിടയായി തീരും. ഒരു കൊടുങ്കാറ്റ് കൊണ്ട് സ്തോത്രം തന്റെ പുത്രന്മാരെയും പുത്രിമാരെയും നഷ്ടപ്പെട്ടു പോയ ഇയ്യോബ്, സ്തോത്രം, ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം കാണുന്നുണ്ട്, ഒരു ചുഴലിക്കാറ്റിൽ ദൈവം അവനോട് സംസാരിക്കുവാൻ ഒരു ചുഴലിക്കാറ്റിന്റെ അനുഭവത്തിൽ ദൈവം അവനോട് സംസാരിക്കുവാൻ വേണ്ടിയിടയായി തീർന്നു. പകലിൽ അവൻ കാറ്റിനെ തന്റെ ദൂതന്മാരും അഗ്നിജാലേ അവന്റെ ശുശ്രൂഷകന്മാരും ആക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇന്ന് പകൽക്കാലം ദൈവത്തിന് ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ച ഓരോന്നിനെയും പറ്റി എന്തുണ്ട്? ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പദ്ധതികൾ ദൈവത്തിന് ഉണ്ട്. സ്തോത്രം. അതിന്റെ ഏഴാമത്തെ വാക്യം വരുവാൻ, അവൻ നിന്റെ ശാസനയാൽ ഓടിപ്പോയി, നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു, മലകൾ പൊങ്ങി, താഴ്വരകൾ താണു, നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി, ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിർവിട്ടു. അവൻ ഉറവുള്ള താഴ്വരകളിലേക്ക് ഒഴുക്കുന്നു, അവ മലകളുടെ ഇടയിൽ കൂടി ഒലിക്കുന്നു, അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു, കാട്ടുകഴുതകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു. സ്തോത്രം. ഇവിടെ പറയുകയാണ്, അവൻ നിന്റെ ശാസനയാൽ ഓടിപ്പോയി, നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു, മലകൾ പൊങ്ങി, താഴ്വരകൾ താണു, നീ അവയെ നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ പറ്റി ദൈവം പറയുകയാണ്. ദൈവത്തിന്റെ വായാൽ എന്ത് ചെയ്തു? സകലതും സൃഷ്ടിക്കപ്പെടുവാൻ വേണ്ടിയായിരുന്നു. സ്തോത്രം. അല്ലെങ്കിൽ ഇവിടെ എന്താണ് പറയുന്നത്? സ്തോത്രം. അവൻ മലകൾ പൊങ്ങി, താഴ്വരകൾ താണു, നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. അപ്പോൾ താഴ്വരകളും മലകളും എല്ലാം എന്താണ്? ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതിന് മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്തോത്രം, ദൈവം വിചാരിക്കണം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് വേൽക്കാലം താഴ്വരകളും സ്തോത്രം, ഹല്ലേലൂയ, കൊടുമുടികളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഇവയെല്ലാം ദൈവത്താൽ നിർണയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇതെല്ലാം ദൈവത്തിന്റെ നിർണയത്താൽ ദൈവം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. എന്ത് ചെയ്യുകയാണ്? കടന്നു വരുവാൻ നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിർ ഇട്ടിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം സകലത്തിന് എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു അതിരിട്ടിരിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ അതിരെ മറികടക്കുവാൻ ഈ ലോകത്തിലെ യാതൊരു സൃഷ്ടിക്കും കഴിയത്തില്ല. ആ അതിരെ മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം വിചാരിക്കണം. ഇന്ന് പകലിൽ സകലത്തിന് വേണ്ടി അതിരിട്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. സകലത്തെയും നിർണയിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ സൃഷ്ടാവായ ദൈവമാണ്. അവൻ സകലത്തെയോ നിർമ്മിച്ചിരിക്കുന്ന ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതിന്റെ 15-ാമത്തെ വാക്യം വായിക്കും. 15-ാമത്തെ വാക്യം. അവൻ ഭൂമിയിൽ നിന്ന് ആകാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിക്കുന്നു. സ്തോത്രം. ഇപ്പൊ ഭൂമിയിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത്? ഭൂമിയിൽ നിന്ന് ആഹാരം, മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ്,
അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിക്കുന്നു. സ്തോത്രം. ഈ ഭൂമിയിൽ നിന്നാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്? പുറപ്പെട്ടു വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മള് ഹല്ലേലൂയ സ്തോത്രം ജോലി ചെയ്യുന്നു, നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമാണ് ഇതിനെയും സകലത്തെയും അതിന്റെ നിലകളിൽ വയ്ക്കുവാൻ. സ്തോത്രം. ഇവിടെ പറയുന്നു ഹല്ലേലൂയ സ്തോത്രം, അവൻ ഭൂമിയിൽ നിന്ന് ആഹാരം മുളപ്പിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളൊരു കപ്പ നട്ടാൽ, ഒരു വാഴ നട്ടാൽ, ഒരു ചേന നട്ടാൽ, ചേമ്പ് നട്ടാൽ, അല്ലെങ്കിൽ തെങ്ങ് നട്ടാൽ, ഹല്ലേലൂയ സ്തോത്രം, ഇതെല്ലാം ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എവിടാ? ഈ ഭൂമിയിൽ നിന്ന് അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. നമ്മള് ഭൂമിയുടെ ഹല്ലേലൂയ സ്തോത്രം മുകളിലൂടെ നടക്കും. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഈ ഭൂമിയിലൂടെ നടക്കുമ്പോൾ ഇതെല്ലാം ഈ ഭൂമിയിൽ നിന്നാണ് വരുന്നതെന്ന്. സ്തോത്രം. യോബിന്റെ പുസ്തകത്തിൽ യോബ് പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഭൂമിക്കുള്ളിൽ ദൈവം എന്ത് വെച്ചിരിക്കുകയാണ്? സ്വർണം വെച്ചിരിക്കുകയാണ്. അതിന്റെ മുകളിലൂടെയാണ് മനുഷ്യൻ നടക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ ചവിട്ടുന്ന ഈ മണ്ണിൽ നിന്ന് നമുക്ക് വേണ്ടതായിരിക്കുന്ന നന്മകൾ തരുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഭൂമിയെ നോക്കി ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം നമുക്ക് പല ചിന്തകൾ ഉണ്ടായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, അവൻ മരുഭൂമിയെ മലർവാടിയാക്കുന്ന ദൈവമാണ്. അവൻ മരുഭൂമിയിൽ നിന്നും നീറവ ഒരുക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ജോലി ചെയ്യുന്നു, ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ സകല കാര്യങ്ങളും ചെയ്യുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ കപ്പ നടന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇതെല്ലാം എന്തുകൊണ്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം ഈ ഭൂമിയെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് ആക്കി വച്ചിരിക്കുന്നത്. ഭൂമിയിൽ നിന്നും ഹല്ലേലൂയ സ്തോത്രം ആഹാരം ഉണ്ടാകുന്നു. ശരീരത്തിന് പുഷ്ടി നൽകുന്ന വീഞ്ഞുണ്ടാകുന്നു, മുഖത്തെ വിനിക്കുന്ന എണ്ണയുണ്ടാകുന്നു. ഇതെല്ലാം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഈ ഭൂമിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, ദൈവം കൽപ്പിച്ച എല്ലാത്തിനും, ദൈവമാക്കി വെച്ചിരിക്കുന്ന എല്ലാത്തിനും ഹല്ലേലൂയ ദൈവത്തിന് അതിനെ കുറിച്ചുള്ള പ്ലാനുകളുണ്ട്, അതിനെ കുറിച്ചുള്ള പദ്ധതികളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കാം. 17-ാമത്തെ വാക്യം. അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു, പെരുഞ്ഞാറയ്ക്ക് സർവ്വവൃക്ഷങ്ങൾ പാർപ്പിടമാവുന്നു, ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാവുന്നു. അടുത്ത വാക്യം. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു, സൂര്യൻ തന്റെ അസ്തമാനത്തെ അറിയിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ ഇവിടെ പറയുകയാണ്, അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു. സ്തോത്രം. പെരിഞ്ഞാറയ്ക്ക് സരള വൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു, ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു. സ്തോത്രം. കുഴിമുയൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബലഹീനമായിരിക്കുന്ന ജാതിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതെവിടെയാണ് പാർക്കുന്നത്? സ്തോത്രം. എവിടെയാണ് പാർക്കുന്നത്? പാറകളുടെ ഇടയിലാണ് അത് പാർക്കുന്നത്. സ്തോത്രം. സ്തോത്രം. ഏറ്റവും ചെറിയവരായിരിക്കുന്ന നമ്മളെ, ഒന്നുമില്ലാത്ത നമ്മളെ ഹല്ലേലൂയ ദൈവം എത്ര ശ്രേഷ്ഠതയോടുകൂടെയാണ് പരിപാലിക്കുന്നത് എന്ന് ഇന്ന് പകൽക്കാലം നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ദൈവം സൃഷ്ടാവായി നമ്മളോട് കൂടെ ഉള്ളത് കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, പ്രിയ ദൈവമക്കളെ, നാം ഒന്നിനെയും പറ്റി വിചാരപ്പെടേണ്ട കാര്യമില്ല. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സകലത്തെയും പറ്റി അവനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നമ്മളെയും കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. സ്തോത്രം. തരിശായി കിടക്കുന്ന ഭൂമിയിൽ നിന്ന് അവൻ അപ്പം ഉത്ഭവിപ്പിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എണ്ണ അവൻ എടുക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സ്തോത്രം വീഞ്ഞ് അവൻ ഒരുക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സ്തോത്രം ശൂന്യമായിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും ദൈവം നമുക്ക് വേണ്ടി ചിലത് അല്ലെങ്കിൽ സ്തോത്രം നൽകി തരുവാൻ വേണ്ടിയിടയായിരിക്കും. അതുകൊണ്ട് പകൽക്കാലം ദൈവമാക്കി വെച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ സകലത്തിനും ദൈവത്തിന് അതിൻ്റെതായിരിക്കുന്ന പദ്ധതികളുണ്ട്. പകൽക്കാലം സ്തോത്രം ആ ദൈവത്തിന്റെ പദ്ധതികൾ മനസ്സിലാക്കി ഇന്ന് പകൽക്കാലം നമുക്ക് മുമ്പോട്ട്
പോകാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പകൽക്കാലം നീ വലിയവനായ ദൈവമാകിയ സ്തോത്രം, നീ മഹത്വമേറിയ ദൈവമാക്കിയ സ്തോത്ര കർത്താവേ. കാറ്റുകളെ അല്ലെങ്കിൽ സ്തോത്ര ശുശ്രൂഷകന്മാരും അഗ്നിജാലയെ അല്ലെങ്കിൽ സ്തോത്ര ശുശ്രൂഷകന്മാരുമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, അങ്ങ് ഈ ഭൂമിയിലായിരിക്കുന്ന സകലതിനും അതിൻ്റെതായിരിക്കുന്ന പദ്ധതികളും നിലകളിലും ആക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ കാലവേളകളും അടികളുമായി ഞങ്ങൾക്കും കർത്താവേ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളിലും കർത്താവിന്റെ വലിയ പദ്ധതികൾ ഞങ്ങളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളെ വിളിച്ചു വേർതിരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ജനത്തെ അവിടെ അനുഗ്രഹിക്കണം, ദൈവകൃപയിലൂടെ നിന്ന് പരിപാലിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. തുടർന്ന് സാക്ഷ്യത്തിന് വേണ്ടി പ്രബോധനത്തിന് വേണ്ടി സമയം വേണം.